ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരു സിഗ്മ മെയിൽ ആണോ എന്ന വിഷയത്തെ കുറിച്ചാണ്. അപ്പോൾ നമസ്കാരം. അപ്പൊ ഇന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ആൽഫ ബീറ്റ സിഗ്മ ആണ് പറയാനുള്ളത്. അത് ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയുന്ന ചങ്ങാതി പുള്ളി ഒരു യൂട്യൂബറാണ്. പുള്ളിയുടെ വീഡിയോകൾ ഇടയ്ക്ക് എന്റെ യൂട്യൂബ് ഫീഡിലൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ ഫിറ്റ്നസ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പുള്ളി മറ്റു വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്, ആൽഫ ബീറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. ചെന്നായ്ക്കളുടെ ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. പുള്ളിയുടെ ചില ശാസ്ത്രങ്ങൾ, ചെന്നായ്ക്കളുടെ ജീവിത ശൈലി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം അത് ആ മൃഗത്തിന്റെ സ്വഭാവം മനുഷ്യന്റെ സ്വഭാവമായിട്ട് അത് സാമ്യമുണ്ട്. കാര്യം മനുഷ്യൻ ഒരു മൃഗമാണല്ലോ. ഇവിടെ ജീവനോടെ നടക്കുന്ന എല്ലാം മൃഗമാണ്. മനുഷ്യനൊരു മൃഗമാണ്. മനുഷ്യനത് മറന്നു പോകും പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് മൃഗസ്വഭാവം മനുഷ്യനുണ്ട്. രക്തത്തിലുള്ളതാണല്ലോ മൃഗമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അത് വന്യമൃഗങ്ങൾ വന്യമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും വന്യത കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വന്യമൃഗങ്ങൾ കുറച്ച് ഹാർഡ് കോർ ആയിട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. എങ്കിലും ആ മൃഗം മനുഷ്യന്റെ ഉള്ളിലുണ്ട്, ആ മൃഗ സ്വഭാവം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതിനെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്ന ചില വിഭാഗങ്ങളൊക്കെയാണ് ഈ പറയുന്നത്, ഈ ആൽഫ ബീറ്റ സിഗ്മ എന്നൊക്കെ പറയുന്നത്. കുറച്ച് എന്താ പറയാ, ഡോമിനൻസ് കൂടിയ വ്യക്തികളെ ആൽഫ എന്ന് പറയുന്നു, ഡോമിനൻസ് കുറഞ്ഞ വ്യക്തികളെ ബീറ്റ എന്ന് പറയുന്നു. പിന്നെ നേരെയായിട്ട് കാണപ്പെടുന്ന ഒരു വിഭാഗത്തിന് സിഗ്മ എന്ന് പറയപ്പെടുന്നു. അപ്പോ ഇതൊക്കെ ടാഗ് ലൈൻസുകളാണ്. അപ്പൊ ആൾക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഇത് വെറും ഒരു കൺസെപ്റ്റാണ്, അല്ലാണ്ട് മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മനുഷ്യരുടെ സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടിട്ടാണ്. പക്ഷെ ആ സ്വഭാവ സവിശേഷതകൾ മനുഷ്യനിലുണ്ട്. അതിനെ കാറ്റഗറൈസ് ചെയ്ത് വേണം നമുക്ക് ആൽഫ ബീറ്റ സിഗ്മ എന്നൊക്കെ പറയാം. ഭാവിയിൽ വേറെ എന്തെങ്കിലും പേര് വന്നാൽ അങ്ങനെ പറയാം. പക്ഷെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് പറയുമ്പോൾ ഈ സിഗ്മകളുടെ ചില ക്യാരക്ടറിസ്റ്റിക്കുകളുണ്ട്, ആൽഫകളുടെ ചില ക്യാരക്ടറിസ്റ്റിക്കുകളുണ്ട്, ബീറ്റകളുടെ ചില ക്യാരക്ടറിസ്റ്റിക്കുകളുണ്ട്. അതുള്ള മനുഷ്യരുണ്ട്, നമുക്ക് കാണാമല്ലോ. അത് എവിടെ ചെന്നാലും ആളായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. അതാണ് ആൽഫയുടെ മൂല സ്വഭാവം എന്ന് പറയുന്നത്. സിഗ്മ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയല്ല. ബീറ്റ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ജീവിതം ഒഴുകുന്ന ഒഴുക്കിൽ ആ ഒഴുക്കിൽ അങ്ങ് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ പുതിയൊരു കാര്യങ്ങളും ബീറ്റ കൊണ്ടുവരില്ല. ബീറ്റക്ക് അത് ചെയ്യാനുള്ള പ്രാണിയില്ല. ബീറ്റക്ക് പേടിയാണ്. ബീറ്റക്ക് നിലവിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെ ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ബീറ്റക്ക് ഇല്ല, അതിനുള്ള താല്പര്യമില്ല ബീറ്റക്ക്. എങ്ങാനും തോറ്റുപോയാലോ എന്നുള്ള പേടിയാണ്. അപ്പൊ ബീറ്റ അങ്ങനെ ഒരു ഫിയർ ബേസ്ഡ് ചിന്താഗതിയാണ് ഈ ബീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോ കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണപ്പെടുന്നതും ബീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബീറ്റകൾക്കുള്ള വാല്യൂ വളരെ കുറവാണ്. അൺലെസ് ആൻഡ് അൺടിൽ ബീറ്റക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. വേറെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ബീറ്റക്ക് ബാക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. സിഗ്മ എന്ന് പറയുന്നത് വേറെ വിഭാഗം ആൾക്കാരാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ വേറെ ഒന്നാണ്. അപ്പോൾ സ്വഭാവ സവിശേഷതകളാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് അവരുടെ റിയാലിറ്റികൾ മാറും. ഇപ്പൊ ബീറ്റയുടെ സ്വഭാവം അനുസരിച്ച് ബീറ്റയുടെ റിയാലിറ്റി ഒന്നാണ്. ഇപ്പൊ നിലവിലൊരു റിയാലിറ്റിയിൽ കൊണ്ട് ബീറ്റനെ ഇട്ട് കഴിഞ്ഞാൽ ബീറ്റ ആ റിയാലിറ്റി തന്നെ ആയിരിക്കും ജീവിക്കുന്നതും ഭൂരിഭാഗം കാലം ജീവിച്ച് മരിക്കുന്നതും ആ റിയാലിറ്റി തന്നെ ആയിരിക്കും. ബീറ്റക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് പോകാൻ തന്നെ ബീറ്റക്കില്ല. ബീറ്റക്ക് പേടിയാണ്. ബീറ്റ ചെയ്യൂല. ബീറ്റക്ക് അങ്ങനെ ചാലഞ്ച് ചെയ്യാനും മുന്നോട്ട് പോകാനുള്ള ത്രാണി ബീറ്റക്കില്ല, ആ താല്പര്യമില്ല. അപ്പൊ ബീറ്റയുടെ റിയാലിറ്റി ഒന്ന് വേറെയാണ്. മറിച്ച് ആൽഫ എന്ന് പറയുന്നത് എല്ലായിടത്തും കയറി അങ്ങ് ചാടി കയറി ഇടപെട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിഫിക്കൽട്ട് ആക്കി ഇയാളങ്ങ് മുൻപന്തിയിൽ വന്നേക്കും. അത് ആർക്കിട്ട് എന്ത് പണി കൊടുത്താലും ആൽഫക്കൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ആൽഫ എന്ന് പറയുന്നത്. അതിനാണ് ആൽഫ ആയിട്ട് കാണപ്പെടുന്നത്. എവിടെയും ചെന്ന് തള്ളിക്കയറി അലമ്പുണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ്, അങ്ങനെ തട്ടി നിൽക്കാനുള്ള അതൊരു കഴിവാണ്. അപ്പൊ അതിന് ആൽഫ ആയിട്ട് കാണും. ഈ സിഗ്മ എന്ന് പറയുന്നത് അതിന് സിഗ്മ മേൽക്കൊയ്മ അങ്ങനെയുള്ള ഒന്നും ആഗ്രഹിക്കാറില്ല. അതിനല്ല സിഗ്മ ജീവിക്കണം. സിഗ്മ കാണുന്ന റിയാലിറ്റി വേറെയാണ്. സിഗ്മയുടെ റിയാലിറ്റിയെ വേറെയാണ്. അവിടെയാണ് സിഗ്മ ഈ ലോൺ വുൾഫ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നതിന്റെ കാര്യം വരുന്ന പ്രസക്തമായിട്ടുള്ള. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ആര് ബീറ്റ ആര് സിഗ്മ എന്നുള്ള തർക്കമൊക്കെ പിന്നീട് നമുക്ക് വെക്കാം. കാര്യം ഇതിപ്പോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഞാൻ വേറെ കുറച്ച് സിഗ്മ വീഡിയോസ് ഒക്കെ വിടാറുണ്ട്. അപ്പൊ താൻ സിഗ്മയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ സിഗ്മയാണോ ചക്കയാണോ വാങ്ങിയാണോ എന്നൊക്കെ ഉള്ളത് അത് കാണുന്നവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. അൺഫിൽറ്റർഡ് ആയിട്ടാണ് എന്നെ എന്റെ വീഡിയോകൾ കാണുന്ന എല്ലാവരും കാണാറുള്ളത്. ഞാനതിന് വളരെ കൃത്യത പുലർത്താറുണ്ട്. കൃത്രിമത്വം പുലർത്താതെ കൃത്യത പുലർത്താനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. വളരെ പച്ചയായിട്ട് നിൽക്കാനായിട്ടുള്ള രീതിയിലുള്ള. അത് വേറെ കാര്യം, ഞാൻ സിഗ്മയോ തേങ്ങയോ ആണോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതാണ് സിഗ്മ മാറി നടക്കുന്നതും ലോൺ വുൾഫ് എന്ന് പറയുന്ന സംഭവം. അതിൽ സിഗ്മക്ക് ബീറ്റയുടെ ലോകത്തിലും നിൽക്കാൻ പറ്റില്ല, ആൽഫയുടെ ലോകത്തിലും നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ആ ഒരു മെയിൻ കാരണം കൊണ്ടിട്ടാണ് സിഗ്മ മാറി നടക്കുന്നത്. കാര്യം സിഗ്മ കാണുന്ന ഒരു റിയാലിറ്റി ഉണ്ട്, അതല്ല ബീറ്റ കാണുന്ന റിയാലിറ്റി. ബീറ്റയുടെ റിയാലിറ്റിയെ വേറെയാണ്. ബീറ്റക്ക് ഒരു അൺചേഞ്ച്ഡ് റിയാലിറ്റിയാണുള്ളത്. അൺചേഞ്ച്ഡ് റിയാലിറ്റിയിൽ ബീറ്റ കംഫർട്ടബിളുമാണ്. അപ്പൊ ബീറ്റയുടെ റിയാലിറ്റിയിൽ ബീറ്റ കംഫർട്ടബിൾ ആയിരിക്കും. ബീറ്റയാണ് നമ്മളിന്ന് അലമ്പുണ്ടാക്കണ്ടല്ല.
പിന്നെ ആൽഫയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആൽഫക്ക് എല്ലായിടത്തും ആൽഫ കാണാം, ഞാൻ വലിയ കൊണാണ്ടർ ആണെന്നുള്ളത്. അത് സിഗ്മ നിർത്തും, എവിടെ കൊണ്ടുപോയാലും അന്നെന്ന് പറയും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് പേഴ്സണലായി മാറും. അപ്പൊ ആൽഫ വിചാരിക്കും ആൽഫയുടെ കഴിവ് കൊണ്ടിട്ടാന്ന് വിചാരിക്കും. പിന്നെ ആൽഫക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ. അത് എനിക്ക് വേണ്ടി മാത്രം എന്നൊക്കെ ഉള്ളത് ആൽഫക്ക് എപ്പോഴും മുൻപത്തിൽ നിൽക്കണം. അപ്പൊ ആ ഒരു റിയാലിറ്റിയിലും സിഗ്മയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. സിഗ്മ കാണുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയിൽ ഇവർക്ക് രണ്ടുപേർക്കും നിൽക്കാം, പക്ഷേ അവര് അതിനൊത്ത് വളരണം. പണ്ട് നമ്മുടെ മമ്മൂട്ടി പറഞ്ഞവരെ ഒന്നെങ്കിലും മാണിക്യം നിങ്ങളോളം ചെറുതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാണിക്യത്തോളം വലുതാണ് എന്ന് പറയില്ല. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം മാണിക്യത്തിന് ഇടപെടാൻ പോത്തുകളാണ് അല്ല എന്ന് പറയുന്ന വരെയാണ് സിഗ്മയുടെ കഥ. അപ്പോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സിഗ്മയുടെ ജീവിതത്തിൽ സിഗ്മ അനുഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ രണ്ട് വിഭാഗം ജനങ്ങൾ, അത് പ്രത്യേകിച്ചും ഈ ടോക്സിസിറ്റി കൂടിയത്, ഈ രണ്ടുപേർക്കും ടോക്സിസിറ്റി ഉണ്ട്. ഈ ആൽഫയ്ക്കും ഉണ്ട്, ബീറ്റയ്ക്കും ഉണ്ട്. ബീറ്റ വളരെ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കുമെങ്കിലും ബീറ്റ സൈലന്റ് പോയിസൺ ആണ്. കാര്യം സിഗ്മയുടെ ലോകത്തില് ബീറ്റയും ശത്രുവാണ്, ആൽഫയും ശത്രുവാണ്. കാര്യം ആൽഫ എന്നും സിഗ്മയെ ആക്രമിച്ചുകൊണ്ടിരിക്കും. കാര്യം സിഗ്മയുടെ നിലനിൽപ്പ് തന്നെ ആൽഫയുടെ ഒരു ഡോമിനൻസിന് ഒരു ചോദ്യചിഹ്നമാണ്. ഞാൻ ആരെങ്കിലും ആണോ എന്നുള്ള ഒരു സംഭവമാണ്. ബല്ലാൽദേവൻ രാജാവായാലും ബാഹുബലിക്കാണ് ചിയറിംഗ് എന്ന് പറഞ്ഞവരാണ് ഈ ആൽഫയും സിഗ്മയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഈ ബീറ്റ ആണെങ്കിൽ ബീറ്റ ഒന്നിലും പെടാണ്ടിരിക്കുന്നു. ബീറ്റക്ക് ഗ്ലോറിഫിക്കേഷൻ ഒന്നുമില്ല, കാര്യം ബീറ്റ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടിട്ടാണ് ബീറ്റയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ബീറ്റ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ബീറ്റ കൊടുക്കാത്ത അസൂയാണ് ബാക്കിയുള്ളവരോടും, ആൽഫയോടും സിഗ്മയോടും. അപ്പൊ ഈ ബീറ്റ എന്ന് ആൽഫയും സിഗ്മയും അടക്കാനുള്ള പണികളെല്ലാം ബീറ്റ ചെയ്യുകയും ചെയ്യും. അപ്പൊ സിഗ്മയെ സംബന്ധിച്ച് ആൽഫയും ശത്രുവാണ്, ബീറ്റയും ശത്രുവാണ്. സിഗ്മ കാണുന്ന ഒരു ലോകമുണ്ട്, അതൊരു പുതിയ ലോകമാണ്, അതൊരു വേറൊരു ഐഡിയ ആണ്. ആ ഐഡിയ എന്ത് പുതിയതായാലും അതിനെ എതിർക്കാനായിട്ടുള്ള പരിപൂർണ ശ്രമങ്ങൾ ലോകം ചെയ്യും. അതിൽ ഈ രണ്ട് വിഭാഗം ആൾക്കാരും നല്ല കെണിഞ്ഞു പരിശ്രമിക്കും, ഈ ആൽഫയും ബീറ്റയും. അപ്പോൾ ഈ ടാഗ് ലൈൻസിലൊന്നും എനിക്ക് താല്പര്യമൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനെ ചില മനുഷ്യരുണ്ട്, ഇങ്ങനെ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ബോക്സിലാക്കി ഞാൻ ഇന്നതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനീ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഒരു ബീറ്റയോ ഈവൻ ആൽഫയോ ആകാൻ നോക്കാതിരിക്കുക. കാര്യം അവരുടെ ലോകം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ റിയാലിറ്റികളാണ്. എവിടെ ചെന്നാലും ആളാകണമെന്ന് വിചാരിക്കുന്ന ഒരു ആൽഫ, അങ്ങനെ ഒരു ആൽഫ ആകണോ നിങ്ങൾക്ക്? അതാണ് ആൽഫ യഥാർത്ഥത്തിൽ. എന്തൊക്കെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞാലും ആൽഫ എന്ന് പറയുന്ന സംഭവം അതാണ്. അങ്ങനെ ആ വ്യക്തിയാകാനാണോ നിങ്ങൾക്ക് താല്പര്യം? എല്ലാവരും ആൽഫയാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും. ഇതാണ് ആൽഫ. ബീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ സൈലന്റ് പോയിസൺ ആയിട്ട് ഇങ്ങനെ നടക്കാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നിട്ട് ആയിരിക്കും ഗുണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ലോകത്തിന്റെ ചക്രത്തിൽ ഒരു ചക്രം നിങ്ങളും, ഈ ലോകത്തിന്റെ കാളവണ്ടി തള്ളാനായിട്ടൊരു വ്യക്തി, അത് അങ്ങനെ ഒരു ജീവിതം, അതാണ് നിങ്ങളുടെ ജീവിതം ബീറ്റ എന്ന് പറയുന്നത്. അപ്പോ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഈ സിഗ്മ എന്ന് പറയുന്നത്. സിഗ്മയുടെ വ്യക്തിത്വത്തിന്റെ കോർ അതാണ്. ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കിയായിരിക്കും പറ്റില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ജലസിയും അസൂയയും കൊണ്ട് നശിപ്പിക്കാതിരുന്നാൽ ഏറ്റവും വലിയ ഉപകാരം. അത്രമേ സിഗ്മകൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളൂ. ശരിയെന്താ?